സുറുമയെഴുതിയ മിഴികളെ ജാലക തിരശീല നീക്കിയ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ. ഒരു പനി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ല, ഞാനിത് അടിച്ചിട്ട് അങ്ങോട്ടാ വീഴാൻ സാധ്യത. നീ എന്നെ വണ്ടിയിൽ വെച്ച് വലിക്കേണ്ടി വരും. അമ്പടിച്ചേട്ടാ, ഈ 2 രാത്രി കഴിയുമ്പോ എന്റെ വിവാഹം നടക്കും. അതിനു മുമ്പ് വന്നെന്നെ കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. വന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ജീവിക്കുന്നെങ്കിൽ അമ്പടിച്ചോടൊപ്പം, ഇല്ലെങ്കിൽ ഗംഗയുടെ മരണം വരണേ. ഇനി നിന്റെ അമ്പാടിന്റെ മരുമകൻ നോക്കില്ലേ? നാളെ കല്യാണം നടക്കാൻ പോകുന്ന പെണ്ണാണിയെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. നീയും അമ്പാടി ആഗ്രഹിക്കുന്നതും ജന്മത്തിൽ നടപടിയാവുന്ന കേസല്ലാണോ? നാളെ നീയും ജയകാന്തം തമ്മിലുള്ള കല്യാണം നടന്നിരിക്കും. ഇല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഈ നടപടി നാളെ ജീവിച്ചിരിക്കില്ല. അമ്പാടിന്റെ കൂടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനും ഇനി അവന്റെ പേരോട് കിട്ടിപ്പോയാ എന്റെ മോളാന്ന് നോക്കില്ല. ചാവിട്ടി കൊന്നേക്കാൻ ഒരു മട്ടോളെ അപ്പൊ അച്ഛനെ വയ്ക്കാൻ അവര് പാട്ടുകാരനായിരിക്കും. ഇനി പിടിപാടുണ്ടാവും. പക്ഷേ അതൊന്നും നീ നടപടി നാരായണ നടപടിയാവില്ല. അച്ഛൻ എന്നെ കെട്ടിയിട്ടാലും ആ കെട്ടഴിച്ചു കൊണ്ടുപോയി എന്റെ അപ്പാടി ചേട്ടൻ വരും. പറഞ്ഞത് ശരിയാണോ? ഈ പ്രായത്തിൽ ഏത് പെണ്ണിനോടാണ് നിനക്ക് പ്രേമം? പറയണ. അച്ഛൻ എന്താ കേട്ട് സംസാരിക്കണേ? ആട്ടി കിട്ടണ്ടെങ്കിൽ സത്യം പറഞ്ഞോണം. ഏതവളോട് നിനക്ക് പ്രേമക്കത്ത് തന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അല്ലെങ്കിൽ തന്നെ മനുഷ്യരോട് നിലതെറ്റി നിൽക്കുക. എനിക്കല്ല പ്രേമലേഖനം കിട്ടിയത്. പിന്നെ നാളെ കല്യാണം നടക്കാൻ പോകുന്ന എന്റെ മോൾക്കാ. നോക്ക്, എന്നോടുള്ള ശത്രുതയ്ക്ക് കാരണം ഇതായിരുന്നല്ലേ. ഇത്തിരി പിശകുന്നരവും പിടിവാശിയൊക്കെ ഉണ്ടെങ്കിലും എന്റെ അമ്മാവൻ നടപടി നാരായണൻ എല്ലാത്തിലും ഒരു നിലപാടുള്ള ആളാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഉള്ളിൽ ജാതിപരിയുടെ വിത്ത് കിടപ്പുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തില്ലെന്ന് പറഞ്ഞാലും വർണ്ണവരിയുടെ വിത്തും പേരും എല്ലാവരുടെ മനസ്സിലുണ്ട്. അങ്ങനെ അടക്കി പറയണ്ട. ഈ നിൽക്കുന്ന അപ്പുപ്പയിൽ പോലും ഇപ്പൊ അങ്ങനെ ഒരു ചിന്തയില്ല. എനിക്കൊന്നും കൂട്ടിക്കോ. ഞാൻ സ്നേഹിച്ചു കൊടുത്ത് എന്റെ മോളെ കെട്ടിച്ചു വിടുമ്പോ കെട്ടാൻ പോകുന്നതിന്റെ വിത്ത് മേരിഞ്ഞ ചകഞ്ഞു നോക്കും. എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോളെ കെട്ടാൻ നീ യോഗ്യരല്ല. സ്ഥലം കിട്ടോ നാരായണ? അച്ഛൻ പറയുന്നത് ഇന്ന് രാത്രി താമരപ്പാടിൽ പാട്ട് വെച്ചിട്ടുള്ളത്. എന്റെ മോളെ കല്യാണം കൊടുക്കാതെ പാട്ട് പാടാ. അത് മുടക്കിയാലേ സംഘാടകരെ എടുത്തിട്ട് പെരുമാറുള്ളൂ. പക്ഷെ ഇത് മുടക്കിയ ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിനെ തച്ചുടക്കരുത്. ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കണം. എന്നിട്ട് നാളെ മാല കെട്ടി ഞാൻ മരിക്കണം. മോളും കാമുകനും കൂടി അച്ഛനെ ഉയർത്തി വെക്കാനുള്ള തീരുമാനമെങ്കിലേ അത് നടക്കില്ല. ഞാൻ അപ്പാടി ചേട്ടൻ കൂടെ ജീവിക്കും. ചേച്ചി വിട്ടിട്ട് പറയലേ. നാളെ ചേച്ചിയുടെ കല്യാണമാ. ഇതെന്താ വിവാഹത്തന്നെ ചെറുക്കൻ പെൺവീട്ടിൽ? ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അമ്പാടി ശിവരാമൻ ഇന്ന് രാത്രി ഗംഗയെ കടത്തിക്കൊണ്ടുപോകുന്നു. കേട്ടപ്പോൾ ടെൻഷനായി. അല്ല, കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാലോ. അറിയാം. നാളെ ഒരുപാട് VIP പങ്കെടുക്കുന്ന കല്യാണമാണ്. അതിനെന്തെങ്കിലും തടസ്സം വന്നാൽ അതെന്നെയും ബാധിക്കില്ലേ? അവിടെ ആരും കൊണ്ടുപോകില്ല. ഞാൻ അടച്ചിട്ടിരിക്കുക. ഇന്ന് രാത്രി ഗംഗയെ കൊണ്ടുപോകാൻ അമ്പാടി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും നടക്കില്ല. അങ്കിൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി. എന്റെ കുട്ടികൾ ഈ രാത്രിയിൽ ഈ വീടിന് ചുറ്റുണ്ടാവും. അമ്പാടിയും കൂട്ടരും വന്നാൽ അവരെ കൈകാര്യം ചെയ്തോളൂ. തല്ലാനും കൊല്ലാനും തയ്യാറുള്ള ടീമാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, നാളെ ഞാനും ഗംഗയും തമ്മിലുള്ള കല്യാണം നടക്കണം. അത് തന്നെ എനിക്കും പറയാനുള്ളത്. അതിനുവേണ്ടി ജയകാന്തൻ എന്ത് തീരുമാനം എടുത്താലും കൂടെ ഞാനുണ്ടാവും. മതി, എനിക്ക് വാക്ക് മതി. സംഗീത സാന്ദ്രമാവാൻ ദൈവം രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ.
സ്നേഹിക്കുന്നവരുടെ കൂടെയാണ് ദൈവം. അത്രയേ ഞാൻ ചെയ്തുള്ളൂ. നോക്കാനുള്ള കൊതിയാണ് പട്ടുപോലെ വിനൊത്ത കനവാണ് തൊട്ടു നോക്കാനുള്ള കൊതിയാണ് പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോകവീഥികളിൽ വേണോതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ